അനിയ മേയർ സാറിനെ ഒന്ന് കാണണം. സാറ് കഴിച്ചോണ്ടിരിക്കുക? അദ്ദേഹം കഴിച്ചു കഴിഞ്ഞു അനിയ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഭഗവാനെ രക്ഷിക്കണേ. നല്ലവരെല്ലാം നശിച്ചു പോണം, നശിച്ചവരെല്ലാം നന്നായി വരട്ടെ. സാറിന്റെ പോളിസി ഏതായാലും എന്താ പോളിസിയെ കുറിച്ചൊക്കെ ഒരു സംസാരം? LIC പോളിസിയാ? എന്താണ് മേയർ സാറേ, ടിഫിനൊക്കെ നന്നായിട്ട് കഴിച്ചോ അതോ പാതിയിൽ വിട്ടച്ച് പോന്നോ? അതൊന്നുമല്ല. മേയർ സാറേ. താനേതാ? എന്താ വേണ്ടേ? അല്ല, ഞാൻ സാറിന്റെ മണ്ഡലത്തിൽ താമസിക്കുന്ന ആളാ. ഇന്നലെ രാത്രി ഞങ്ങളുടെ സ്ട്രീറ്റിലെ കോർപ്പറേഷൻ പൈപ്പിൽ വെള്ളം വന്നില്ല. അതുകൊണ്ട് അവിടെയുള്ള ഒരു വീട്ടിലെ ഒരു പാവം പെൺകുട്ടി മരണപ്പെട്ടു. ജലക്ഷാമം നാട് മുഴുവൻ ഉണ്ട്. മനുഷ്യന് കുളിക്കാനും കുടിക്കാനും വെള്ളമില്ല. അതിന് സാറെന്ത് ചെയ്യാനാ? ഞാൻ മേയറാണെന്ന് കരുതി മുകളിലേക്ക് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ മാനം രണ്ടായിട്ട് പിളർന്ന് മഴ ധാരധാരയായിട്ട് പെയ്യുമെന്നാണ് ഓർത്തത്. എന്റെ മോളെ, നിന്നെ കാണാതെ എനിക്ക് എങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും? ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ ഒന്നും തല കാണിച്ചിട്ട് പോന്ന്. തല മാത്രമാണല്ലോ അല്ലേ? അകത്ത് പോയി കഴിച്ചല്ലോ അല്ലേ? അതെ, ഞാൻ ഇറങ്ങാണ്. പോണോ അല്ലേ? കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പോകൂടെ? ഇല്ല, ടൈമായി. അഡ്വാൻസ് വാങ്ങിച്ചിട്ട് വയ്ക്കോ. ഇതാരാ? ഏതോ പൈപ്പിൽ വെള്ളം വരുന്നില്ല എന്ന് പ്രോബ്ലം. ഞാനൊരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഒരു പെണ്ണിന്റെ ജീവിതത്തെ കുറിച്ച് തന്നെ പറയുന്നത്. സാറേ, ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? എന്താടോ ഉത്തരവാദിത്തം? ഞാൻ ഈ സ്ഥാനം രാജിവെക്കട്ടെ? താൻ വേണമെങ്കിൽ മേയർ ആയിക്കോ. താൻ മേയറായി മേപ്പത്ത് കയറി ആ കൊച്ചിന്റെ ജീവൻ രക്ഷിക്കുക. ഇയാളെ കൊണ്ടൊക്കെ കതറുമുണ്ടെടുത്തിരിക്കുന്നതിന്റെ അഹങ്കാരമാണല്ലേ? കതറെടുത്താണ് തന്റെ പ്രശ്നം. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. സൂപ്പർടാ, അത് കലക്കി. നോക്ക്, വെള്ളം വരുന്ന സമയത്ത് വരും, വരാത്തപ്പോ വരില്ല. ഇനി മേല കൊച്ചിന്റെ ജീവൻ പോയി മാനം പോയി എന്നൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞാലോട്ടല്ലോ എന്റെ തനി കുണം കാണുന്നാൻ. ലോ ക്ലാസ്സുകാർക്ക് വെള്ളം വേണമെങ്കിൽ ബിവറേജിലേക്ക് പോകും, ഹൈ ക്ലാസ്സുകാർക്ക് വെള്ളം വേണമെങ്കിൽ വലിയ ബാറിലേക്കും വയ്ക്കോ. കളിയാക്കിയതാണല്ലേ? നിങ്ങളെയൊക്കെ എവിടെ കാണണോ അവിടെ വെച്ച് ഞാൻ കണ്ടോളാം. എല്ലാം ഊരി കളഞ്ഞില്ലേ, ഇനി തനിക്ക് എന്താ കാണണ്ടേ? എടാ, അല്ലെങ്കിൽ ചിരി നിർത്താൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് അതിന്റെ മുണ്ടൂരി പ്രകടനം. നമസ്കാരം ജഡ്ജി അങ്ങുന്ന. പ്രൊസീഡ്. ഇതിനെക്കുറിച്ച് പരാതിപ്പെടാൻ ഞാൻ മേയർ ഓഫീസിൽ ചെന്നു. അരമണിക്കൂർ ഞാൻ അവിടെ കാത്തിരുന്നു. മേയർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെന്നാണ് അവിടെയുള്ള ആൾ എന്നോട് പറഞ്ഞത്. ശരിക്കും അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെന്ന് വിചാരിച്ച് ഞാനും അവിടെ കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞ് എന്നെ അകത്തേക്ക് വിളിപ്പിച്ചു. ചെന്ന് ഞാൻ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്നെ പരിഹസിച്ചും കളിയാക്കിയും നാണം കെടുത്തിവിട്ടു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ നിന്നൊരു സ്ത്രീ പുറത്തേക്ക് വന്നു. ചെയ്ത ജോലിക്കുള്ള പ്രതിഫലമാണെന്നും പറഞ്ഞൊരു 10,000 രൂപയും വാങ്ങി പുറത്തേക്ക് പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അർത്ഥം എന്താണെന്ന്. ഒന്നിങ്ങോട്ട് വന്നേ. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ബ്രേക്ക്ഫാസ്റ്റാ സാർ. പിന്നെ ഈ ലഞ്ച് ഉണ്ട്. അപ്പൊ ഫുൾ മീൽസ് എന്ന് പറഞ്ഞാൽ അത് മേയറുടെ അടുത്ത് തന്നെ ചോദിക്കേണ്ടി വരും. പുള്ളിക്ക് അതിനെ കുറിച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ തന്നെ ഉള്ളിലൊക്കെ ഒരു ആദ്യ. ഒരു ദിവസം മുഴുവനും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിച്ചുകൊണ്ടിരുന്നാൽ ഒരു നഗരപിതാവ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ശരി, ദേഷ്യപ്പെടല്ലേ, നിങ്ങൾ കാര്യത്തിലേക്ക് വാ. ഇപ്പോൾ നമ്മളൊരു കടയിലേക്ക് ചെല്ലുകയാണെന്ന് കരുതിക്കോളൂ. ഉദാഹരണമായി ഒരു സോപ്പ്. പണം കൊടുത്താൽ നമുക്ക് സോപ്പ് തരണമല്ലോ. തന്നില്ലെങ്കിൽ ചീറ്റിംഗ് 420. എത്ര വർഷത്തെ ശിക്ഷ കൊടുക്കും? 2 വർഷം ഉണ്ട തിന്നണം. ഇതേപോലെ കോർപ്പറേഷന് 6 മാസത്തിൽ ഒരു തവണ ഞങ്ങൾ വെള്ളക്കരം അടയ്ക്കുന്നുണ്ട്. അപ്പൊ അവര് വെള്ളം തരണോ വേണ്ടയോ? തരണമല്ലോ. തന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉറപ്പല്ല, ചീറ്റിംഗ് തന്നെ. അപ്പൊ ഇയാള് ചെയ്തതിന്റെ പേര്? അയാളും 420 തന്നെയാ. ജഡ്ജി സാറേ, എന്താ ആരെ നോക്കിയോ 420 എന്നൊക്കെ പറയുന്നത്? നിങ്ങൾ മേയറല്ലേ? അതെ. ഇയാള് കാശ കടച്ചിട്ടുള്ളല്ലേ? വെള്ളം കൊടുക്കണോ വേണ്ടയോ? നിങ്ങൾ മേയറാണെന്ന് കരുതി എന്തഴിഞ്ഞാട്ടോ നടക്കുന്ന? ദാ നോക്ക്, താനും ജയിലിലേക്ക് പോകണം, ഉണ്ട തിന്നുകയും വേണം. താൻ മേയർ ആയതുകൊണ്ടേ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഉണ്ട ഉരുട്ടി തരുകയും ചെയ്യാം. എന്താ മതിയാവോ? നോക്കി പഠിപ്പിക്കുന്നു. ജഡ്ജി സാറെ, കാര്യം പറയാ സംസാരിക്കല്ലേ? മര്യാദക്ക് മഴ പെയ്യാതെ കുടിവെള്ളത്തിനുള്ള മാർഗം എന്താ? പിന്നെ ഞാനെന്താ പോയി കുടിക്കണോ? കുഴിക്കണം. എവിടെ പോയി കുടിക്കണം? എവിടെയെങ്കിലും പോയി കുടിക്കണം. മറ്റുള്ള നാട്ടിലൊക്കെ വാങ്ങുന്ന പൈസക്ക് കുടിവെള്ളം കൃത്യമായിട്ട് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ എന്താ നടക്കുന്നത്? കൈക്കൂലി വാങ്ങിച്ച്
കായൽ നികത്തി ഫ്ലാറ്റ് പണിയാൻ കൊടുക്കുകയല്ലേ, കോളേജ് പണിയാൻ അനുമതി കൊടുക്കുന്നു. അപ്പൊ പിന്നെ ജനങ്ങൾക്ക് എങ്ങനെ വെള്ളം കിട്ടും? ചുമ്മാ തോന്നിയ ദിവസം പറയാ. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ന്യായമുള്ളതാ. വെള്ളത്തിനുള്ള പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൃത്യമായിട്ട് കിട്ടിയേ തീരൂ. പറ്റില്ല എന്നുണ്ടെങ്കിൽ പൈസ വാങ്ങി കീശയിലിടരുത്. മഴ പെയ്തില്ല, കുഴി വെട്ടാൻ പറ്റില്ല എന്നുള്ള ന്യായീകരണങ്ങളൊന്നും ഒരു മേയർ പറയാൻ പാടില്ല. അതിനാൽ ഇന്നു മുതൽ മേയറുടെ അധീനതയിലുള്ള വീടുകളിൽ വെള്ളം വരുന്നില്ലെങ്കിൽ കൺസ്യൂമർ നിയമം അനുസരിച്ച് ബില്ലടയ്ക്കേണ്ട ആവശ്യകതയില്ല എന്ന് കോടതി നിർദ്ദേശിക്കുന്നു. അടിപൊളി. ജഡ്ജി സാറേ ഒന്നിങ്ങി വന്നേ. സാറിന്റെ വീട്ടിലെ അഡ്രസ് എന്താ? അതെന്തിനാ താൻ ചോദിക്കുന്നേ? പൊക്കാൻ വേണ്ടിയാ, പൈപ്പേ. പറഞ്ഞ പോലെ ചെയ്ത് കളയോ? സർ, നല്ലൊരു വിധി നേടിയെടുത്തു. ഇത് ജനങ്ങൾക്കിടയിൽ ഒരു മാറ്റം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനുവേണ്ടിയല്ലേ ഞാൻ ഈ കേസ് ഫയൽ ചെയ്തത്. സർ, ഇത് രാഷ്ട്രീയക്കാരെ എങ്ങനെ ബാധിക്കുന്നു സാറിന് അറിയാലോ. ഫ്യൂച്ചറിൽ അവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ള പേടിയില്ലേ സാറിന്? പേടിയോ? പേടിയുള്ള ഒരാൾ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ പാടില്ലെന്ന് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ തന്നെ രാജാജി പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. എനിക്കൊരു 14 വയസ്സുണ്ടായിരുന്നപ്പോൾ അപ്പോഴൊക്കെ 10 നാഴി അരിയിൽ കൂടുതൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകരുതെന്ന് നിയമമുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ ഞങ്ങളുടെ പാടത്തു നിന്ന് 10 നാഴി അരിയും കൊണ്ട് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. പക്ഷെ ഒരു തഹസീൽദാര് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ എന്നെ ഉപദ്രവിച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അരി പിടിച്ചു വാങ്ങിച്ചുകൊണ്ടുപോയി. അന്ന് രാത്രി എൻ്റെ വീട്ടിലെ എല്ലാവരും ഉറങ്ങി. പക്ഷെ എനിക്ക് മാത്രം ഉറക്കം വന്നില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് ചെന്ന് 3 പൈസ കൊടുത്തൊരു കാർഡ് വാങ്ങി ആ തഹസീൽദാർക്കെതിരെ കംപ്ലൈന്റ് എഴുതി കളക്ടറുടെ പേരിൽ പോസ്റ്റ് ചെയ്തു. ഒരു ദിവസം പെട്ടെന്ന് ആ തഹസീൽദാരും അയാളുടെ ഭാര്യയും എൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നു നിന്നു. അനിയ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞൊരു കത്ത് തന്നാൽ എൻ്റെ ജോലി തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ ഞാൻ തെരുവിൽ അലയേണ്ടി വരുമെന്ന് പറഞ്ഞ് വാങ്ങിയ അരി എനിക്ക് തിരിച്ചു തന്നു. ആ പോയിന്റിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ പൊതുപ്രവർത്തനം. സാർ, ഞാൻ പറഞ്ഞ ടിക്കറ്റിന്റെ കാര്യമൊക്കെ ഓക്കെ? വിക്കറ്റ് പോറായ സമയത്താണോ ടിക്കറ്റ്? ആ ചെല്ല്, ഇറങ്ങിപ്പോടും ആളുടെ ഒരു. എന്തായി കാണിക്കുന്നേ? നിങ്ങളൊക്കെ ആരാ? കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാ. എനിക്ക് ചോദ്യം ചോദിക്കൽ ഇഷ്ടമല്ല. ഞാൻ ഇന്നലെ പഞ്ചായത്ത് മെമ്പർ, ഇന്ന് MLA, നാളെ CM. ഡോ, തന്റെ അമ്മായിച്ചൻ ആളാകാൻ നോക്ക. സാർ, കുറച്ചെങ്കിലും മര്യാദയോടെ സംസാരിക്കും. അദ്ദേഹം ഈ പ്രായത്തിൽ ന്യായത്തിനും നീതിക്കും വേണ്ടിയാ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തെ എതിർക്കാൻ പറ്റില്ല. വല്ലവന്റെയൊക്കെ വീട്ടിൽ വെള്ളം വരാതിരിക്കോ വരുവോ ചെയ്യട്ടെ. തിന്നുക, ഉറങ്ങുക, തൂറുക എന്നുള്ളതല്ലാതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. ഇതിനേക്കാൾ മാന്യമായിട്ട് എനിക്ക് പറയാനറിയില്ല. ഇതാണോ നിങ്ങളുടെ മാന്യത? ശരി, എന്നാൽ ഞാനും കുറച്ച് മാന്യത കാണിക്കാം. ദയവ് ചെയ്ത് ഒന്ന് പുറത്തേക്ക് പോകണം. ഞാൻ ഒരുപാട് പോയിന്റുകൾ നിരത്തിയൊന്നുമില്ല. ഒരേ ഒരു പോയിന്റേ പറഞ്ഞുള്ളൂ, നോ വാട്ടർ നോ ടാക്സ്. അതിൽ ജഡ്ജി അങ്ങൊന്ന് വീണു. ആളും തരം നോക്കി കളിക്കണ കിളവാ. താൻ കേറി കയറി ഞങ്ങളുടെ നെഞ്ചത്തേക്ക് കയറണം. തനിക്കേ പറഞ്ഞാ മനസ്സിലാവില്ലല്ലേ? ആരാടാ അത്? ആരാ നോക്കടാ? വിജയ് ആന്റണി സാർ. സുഖം തന്നെയല്ലേ? സുഖം തന്നെ. എന്താ പ്രശ്നം? എന്തിനാ ഇതേ തടിക്കുന്നത്? സാറേ, ഇതിൽ തലയിട നിൽക്കണ്ട സാർ. പോയിക്കേ. അനിയ, ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. പ്രായമായ ആളല്ലേ, വിട്ടുകളാ. സാർ, ഇയാളുടെ കയ്യിലിരിപ്പ് മോശമായ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഒന്നും മാറി നിൽക്കണ്ട സാറേ. പറഞ്ഞ മനസ്സിലാവില്ല. എടുക്കടാ. സാർ, ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? എന്തിനാ സാർ ഇങ്ങനെയൊക്കെ? എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ നോക്കിയാ ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമോ മോനെ? ഇതൊക്കെ എനിക്കൊരു ശീലമാ. ഡ്യൂട്ടിക്കുള്ള സമയമായി. മാനേജർ ഇപ്പോൾ ഫോൺ ചെയ്ത് വെച്ചേ ഉള്ളൂ. സാർ കയറി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട മോനെ, മോൻ പൊയ്ക്കോ. ശരി സാർ, ഞാൻ പറയാം.